അപ്പം ഞാൻ ശിവന്യാണ് ഗൈസ്. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞു പ്രായത്തിലുള്ള ഒരു വ്ളോഗാണ് ഞാൻ എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞുതരാം നിങ്ങളായോണ്ട് മാത്രം. അപ്പോൾ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിൽ അമ്മ ഭയങ്കരമായിട്ട് എന്നെ കെയറിങ് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് സങ്കടമായിരുന്നു. അച്ഛൻ ഇപ്പം ദുബായിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര മോശം. എനിക്ക് ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു, പിന്നെ ഞാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. ക്യൂട്ട്നെസ് ഇങ്ങനെ വാരൊഴുതരില്ലേ, അതുപോലെ ക്യൂട്ടായിരുന്നു. ഞാൻ ഒന്നും പറയാത്ത ക്യൂട്ടായിരുന്നു. എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും എന്നെ എടുത്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് കൊണ്ട് കാണാനാണ് കേട്ടോ ഞാൻ വ്ളോഗ് എടുത്തത്. ഞാനിങ്ങനെ കുറുമ്പിയായിരുന്നു ചെറുപ്പത്തിൽ. ഇങ്ങനെ കുറുമ്പി പോലെ ഇങ്ങനെ നമ്മളെ ചോദിക്കാതെ ഇങ്ങനെ നടക്കില്ലേ, അതേ കുറുമ്പി പോലെയാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഞാൻ എവിടെയെങ്കിലും പോവും, അമ്മ ഇങ്ങനെ തിരിഞ്ഞു വരും. അങ്ങനെയായിരുന്നേ എൻ്റെ ചെറുപ്പത്തിൽ. അങ്ങനെ ഒരു ക്യൂട്ട്നെസ്സും നല്ല സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങളോട് പറയാത്തതാണ്. പറഞ്ഞാൽ കുറേ എൻ്റെ അമ്മേനോട് ചീത്ത പറയും. കുറേ ദിവസമായി വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചത്. ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പം ഞാൻ ഇങ്ങനെ കുറുമ്പൊക്കെ കാണിക്കും. ചിലപ്പോൾ ഞാൻ ക്ലോസറ്റിൽ നിന്നൊക്കെ വീഴും. എന്താണെന്ന് വെച്ചാൽ സ്ലിപ്പടിച്ച് വീഴും. അപ്പോൾ ഞാൻ കാര്യമൊക്കെ ചെയ്യും. ഇപ്പോൾ അങ്ങനെ മുട്ടിയിട്ടാട്ടോ ഞാൻ മെലിഞ്ഞു. ഇത് കണ്ടോ, ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര തടിയായിരുന്നു വെച്ചത്. ഭയങ്കര തടിയായിരുന്നു വെച്ചത്. അങ്ങനെ അപ്പം ഞാൻ വലുതായപ്പം എനിക്കെൻ്റെ തടിയില്ല കേട്ടോ, മെലിഞ്ഞില്ലേ, അതുപോലെ അങ്ങനൊക്കെ ഉണ്ട്. അതാണ് ഗൈസ്. ഇപ്പോൾ അങ്ങനെയൊക്കെ ഒന്നും ഉണ്ടായില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ കുറുമ്പിയല്ല ഇപ്പോഴും. ഇപ്പോൾ വലുതാകുമ്പോൾ, ചെറുപ്പത്തിൽ എന്താണെങ്കിലും വലുതാകുമ്പോൾ അത് മാറും. അതങ്ങനെയാണ് കേട്ടോ. ചെറുപ്പത്തിൽ എന്താവുകയാണെങ്കിൽ വലുതാകുമ്പോൾ അങ്ങോട്ട് മാറും. അങ്ങനെയാണ്. അപ്പം അമ്മ ഭയങ്കര കെയറിങ് ആയിരുന്നു. അച്ഛനും കെയറിങ്. അവൾ കരയണു, അവൾ നടന്ന് കളിക്കണു, അവൾക്ക് എന്തെങ്കിലും കൂട് എന്നൊക്കെ പറയും. കുറുക്കൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു തിന്നാൻ. എനിക്ക് എന്തോ ഒരു ടേസ്റ്റ് ബ്ലാക്ക്. ഇപ്പോഴും